കൊട്ടിയൂരിന്റെ ആത്മീയതയെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കാനാവില്ല: ബാവലി നദിയും മണിത്തറയും. ഒരു നേരം പോലും ഭജിക്കാതെ വയ്യന്റെ കൊട്ടിയൂരീശ്വര മന്ത്രം. ഒന്നല്ലൊരായിരം ജന്മം നമിച്ചാലും പിന്നെയും തൊഴുതിടാൻ മോഹമേറും. പെരുമാളിൻ ചരിതങ്ങൾ തെളിയേണം ഉൾക്കാമ്പിൽ ചോതി വിളക്കെന്ന പോലെ. രുദ്രമഹാശിവ ഗംഗാധര ഹര ദാക്ഷായണീശ നമസ്തേ. പശ്ചിമഘട്ടത്തിന്റെ ഹൃദയഭാഗത്ത് നിന്ന് ഒഴുകിയെത്തുന്ന ബാവലി നദി നൂറ്റാണ്ടുകളായി കൊട്ടിയൂരിന്റെ വിശ്വാസങ്ങളെ തഴുകിക്കൊണ്ടാണ് ഒഴുകുന്നത്. അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും ഈ നദിയുടെ ഇരു കരകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ കൊട്ടിയൂരിന്റെ ഏറ്റവും വലിയ അത്ഭുതം ഒരു ക്ഷേത്ര ഗോപുരമോ ശ്രീകോവിലോ അല്ല, മണിത്തറയാണ്. ബാവലി നദിയിൽ നിന്ന് ശേഖരിച്ച കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച വിശുദ്ധ തറ. ഈ മണിത്തറയുടെ മധ്യഭാഗത്താണ് സ്വയംഭൂ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നതെന്നാണ് വിശ്വാസം. കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിന്റെ കേന്ദ്രബിന്ദുവും ഈ മണിത്തറ തന്നെയാണ്. ശ്രീകോവിലില്ല, ചുമരുകളില്ല, പ്രകൃതിയാണ് ഇവിടെ ക്ഷേത്രം. ഭഗവാന്റെ അരികത്തണയുമ്പോൾ അറിയുന്നു ഞാൻ ആത്മശാന്തി. സാംബ സദാശിവ കൊട്ടിയൂരീശ്വര അമരാധീശ ശംഭോ. ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ചിട്ടപ്പെടുത്തിയ പൂജാ സമ്പ്രദായങ്ങളാണ് ഇന്നിവിടെ പിന്തുടർന്ന് വരുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്വാമികൾ അക്കരെ ക്ഷേത്രത്തിലേക്ക് നടന്നു വരാനാകാതെ ഇക്കരെ വാവലിപ്പുഴയ്ക്ക് സമീപം നിന്ന് അക്കരെ ക്ഷേത്രത്തിലേക്ക് നോക്കി ഭഗവാനെ കൈകൂപ്പി വണങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ എനിക്കങ്ങോട്ട് നടന്നു പോകാൻ കഴിയില്ല, ഈ കാണുന്ന ശിലകളൊന്നും എനിക്ക് ചവിട്ടാൻ കഴിയില്ല, മുട്ടിലഴഞ്ഞു വേണം അങ്ങോട്ട് പോകാൻ എന്ന് എല്ലാം ശിവലിംഗമായി അദ്ദേഹം സങ്കല്പിച്ചുകൊണ്ട് അദ്ദേഹം ഇക്കരെ നിന്ന് ഭഗവാനെ പ്രണമിച്ചുകൊണ്ട് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. ബാവലി നദിയെക്കുറിച്ച് ഭക്തർക്കിടയിൽ മറ്റൊരു വിശ്വാസമുണ്ട്. ഈ നദിക്കരയിലെ ചില പ്രത്യേക കല്ലുകൾ വെള്ളമൊഴിച്ച് ഉരച്ചാൽ ചന്ദനം ലഭിക്കുമെന്നാണ് വിശ്വാസം. വെള്ള നിറത്തിലും ചുവപ്പ് നിറത്തിലുമുള്ള ഈ പ്രകൃതിദത്ത ചന്ദനം ശിവന്റെയും പാർവതിയുടെയും സാന്നിധ്യത്തിന്റെ പ്രതീകമായാണ് ഭക്തർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ബാവലി നദിയിലെ ഓരോ കല്ലും ഭക്തർക്ക് വെറും കല്ലല്ല, ഒരു വിശ്വാസത്തിന്റെ അടയാളമാണ്, ഒരു ദൈവാനുഭവത്തിന്റെ ഓർമ്മയാണ്. കൊട്ടിയൂരിൽ ഒരു നദി വെറും നദിയല്ല, ഒരു തീർത്ഥമാണ്. ബാവലി നദിയും മണിത്തറയും ചേർന്ന് പ്രകൃതിയും ആത്മീയതയും ഒന്നാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അതാണ് കൊട്ടിയൂരിന്റെ മഹത്വം, അതാണ് കൊട്ടിയൂരിന്റെ അത്ഭുതം. ശിവൻ എന്ന് പറഞ്ഞ പ്രകൃതിയാണ്. അതാണ് പറയുന്നത് ശിവശക്തിമയം ഭുവനം എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞത്. ശിവൻ മാത്രം പോരാ, ശക്തിയും കൂടി കൂടുതലാണ്. അതാണ് ശിവനല്ല, ശക്തിയും കൂടി കൂടുതലാണ്. ശിവശക്തിമയം ഭുവനം എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞത്. നമോ ഭൂതനാഥം നമോ ദേവദേവം നമഃ കാലകാലം നമോ ദിവ്യതേജം നമഃ കാമഭസ്മം നമഃ ശാന്തശീലം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം.